ജീവാംശമായി അവസാന ഭാഗം. കഥാരചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. ആദ്യ നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. അച്ഛൻ സുഖം പ്രാപിച്ചു വരുന്നു. ഇനി ജോലിയിലേക്ക് തിരിച്ചു പ്രവേശിക്കണം. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമായിട്ട് ചെയ്തു കൊടുക്കാറാണ്. അവർ ചെല്ലാൻ നിർബന്ധിക്കുന്നുണ്ട്. മാളവികയുടെ വാക്കുകൾ അവന് നൽകിയ ആശ്വാസം ചെറുതല്ല. പശ്ചാത്താപം ഒരു മനുഷ്യനെ എത്രത്തോളം മാറ്റുമെന്ന് അവൾ തെളിയിച്ചു കഴിഞ്ഞു. ബാംഗ്ലൂരിലെ തൻ്റെ ജോലിയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് ആദിഷിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: തൻ്റെ ജാനിപ്പെണ്ണിനെ കാണുക. പുലർച്ചെ തന്നെ ആദിഷ് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. മനസ്സിൽ പ്രിയപ്പെട്ടവളെ കാണാനുള്ള വെമ്പലായിരുന്നു. അവൻ ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല. കൂട്ടുകാരൊക്കെ ആ ഗ്രാമീണ ഭംഗി ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ അവനും എപ്പോഴും പോകണമെന്ന് കരുതാറുണ്ട്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഇതാ തൻ്റെ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ ആ ഹരിത ഭംഗിയും കൂടി കാണാലോ. താമരശ്ശേരി ചുരം കയറുമ്പോൾ തണുത്ത കാറ്റ് അവൻ്റെ കവിളിൽ തഴുകി. ഓരോ വളവും ഓരോ ഓർമ്മകളായിരുന്നു. ജാൻവിക്കൊരു സർപ്രൈസ് നൽകാനായിരുന്നു അവൻ്റെ തീരുമാനം. പ്ലാന്റേഷനുകളുടെ പച്ചപ്പിനിടയിലൂടെ കാർ നീങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ ജാൻവിയെ കാണാനുള്ള ആവേശം കൂടി വന്നു. തണുത്ത കാറ്റ് കാറിൻ്റെ ചില്ലുകൾക്കിടയിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങുമ്പോൾ ആദിഷിൻ്റെ ഉള്ളിൽ ജാൻവിയുടെ ചിരിയും അവളുടെ ആ കണ്ണുകളിലെ തിളക്കവും മാത്രമായിരുന്നു. അവൾ പറഞ്ഞതനുസരിച്ചുള്ള അറിവ് വെച്ച് വഴി ചോദിച്ച് വയനാട്ടിലെ ആ പഴയ തറവാടിൻ്റെ പടിക്കൽ ആദിഷ് കാർ നിർത്തി. കാറിൻ്റെ ശബ്ദം കേട്ട് പൂമുഖത്തേക്ക് വന്നത് ജാൻവിയുടെ വലിയ മാമൻ മഹീന്ദ്രൻ നായരായിരുന്നു. ഗൗരവക്കാരനായ എന്നാൽ സ്നേഹം ഉള്ളിലൊളിപ്പിച്ച ആ മനുഷ്യൻ കണ്ണട താഴ്ത്തി നോക്കി. ആരാണ്? അയാൾ ചോദിച്ചു. അങ്കിൾ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. ജാൻവിയെ ഒന്ന് കാണാൻ, ആദി ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. വീട്ടുകാർക്ക് തങ്ങളുടെ പ്രണയത്തിൽ എതിർപ്പില്ല എന്നവൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് അവന് പറയുമ്പോൾ ഒട്ടും പേടിയൊന്നും തോന്നിയില്ല. സ്ഥലം പറഞ്ഞപ്പോൾ തന്നെ അമ്മാവൻ ആളെ പിടികിട്ടി. അപ്പോൾ ഇതാണല്ലേ ജാനിയുടെ ആദിഷ്? അദ്ദേഹം പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ആദിഷ് ബഹുമാനത്തോടെ അയാളുടെ അരികിലെത്തി. അതേ അങ്കിൾ, ഞാൻ ആദിഷ്. മഹീന്ദ്രൻ നായർ അവൻ്റെ തോളിലൊന്ന് തട്ടി. ആ തട്ടലിൽ ഒരു അംഗീകാരത്തിൻ്റെ ഊഷ്മളതയുണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ കേട്ടിട്ടുണ്ട് മോനെ. വാസുദേവൻ്റെ മകൻ ഇത്രയും പക്വതയുള്ളവനാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അകത്തേക്ക് വരൂ. എനിക്ക് അച്ഛനെ ബിസിനസ് പരമായി അറിയാം. അകത്തെ ഹാളിൽ അവനെ ഇരുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഫോണിൽ അയാൾ അനിയനെയും ജാനിയെയും അച്ഛനെയും വിളിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ അവരെല്ലാം എത്തിച്ചേർന്നു. മോൻ വരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അവനെ കണ്ടപ്പോൾ കൈ കൊടുത്തുകൊണ്ട് സുധീഷ് പറഞ്ഞു. അച്ഛൻ്റെ അവസ്ഥ ഒന്ന് മെച്ചപ്പെട്ടപ്പോൾ തിരിച്ച് ഓഫീസിൽ റീജോയിൻ ചെയ്യാമെന്ന് കരുതി. പോകുന്നതിന് മുമ്പ് ജാനിയെ ഒന്ന് കാണാമെന്ന് തോന്നി. നാളെ എനിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിക്കണം. അതിനു മുമ്പേ ഒന്ന് വന്നതാ. ആദിഷ് വിനയത്തോടെ മറുപടി നൽകി. അവൾ എവിടെ? ജാനി അവൻ വന്നതറിഞ്ഞിട്ടില്ല. മാമന്മാരെയും മുത്തച്ഛനെയും കാണാൻ പലരും വരാറുള്ളതുകൊണ്ട് അവൾ അങ്ങനെ പോയി നോക്കാറില്ല. അകത്തെ മുറിയിൽ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുകയായിരുന്നു അവൾ മുറിയിലുണ്ട്. എന്തായാലും അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം, സുധീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ ദേവികയെ വിളിച്ചു ജാൻവിയോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞ് ചട്ടം കെട്ടി. ദേവിക ചായ റെഡിയാക്കി ട്രെയിൽ വെച്ച് ജാൻവിയുടെ റൂമിലേക്ക് ചെന്നു. ഒരു നോർമൽ ചുരിദാറാണ് ജാനിയുടെ വേഷം. അത് കണ്ട് അവരുടെ മുഖം തെളിഞ്ഞു. ജാനി, ഒന്ന് വന്നേ. ഇവിടെ കുറച്ച് വിരുന്നുകാരുണ്ട്. നീ ഈ ചായ ഒന്ന് അവർക്ക് കൊടുത്തേ. ജാനിക്ക് പണ്ടേ എതിർത്ത് പറയുന്ന ശീലമില്ലാത്തതുകൊണ്ട് അവൾ തലയാട്ടിക്കൊണ്ട് ബുക്സ് മടക്കി വെച്ച് ദേവികയുടെ പിന്നാലെ ചെന്നു. സ്വീകരണമുറിയിൽ ജാൻവിയുടെ അച്ഛൻ സുധീഷും മഹേന്ദ്രനും അനിയൻ രവീന്ദ്രനും ആദിക്കൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. ജാൻവി അടുക്കളയിൽ നിന്നും ചായയുടെ ട്രേയുമായി വന്നപ്പോഴാണ് ആദിശിനെ കണ്ടത്. അവളുടെ കണ്ണുകൾ വിടർന്നു. കാണാൻ ആഗ്രഹിച്ചപ്പോഴേക്കും മുന്നിലെത്തിയ പ്രിയനെ കണ്ടപ്പോൾ അത്ഭുതം കൊണ്ട് കയ്യിൽ നിന്ന ട്രേ ഒരു നിമിഷം വിറച്ചു. അവളുടെ മുഖത്ത് ഒരു വസന്തം തന്നെ വിരിഞ്ഞു. ആരും കാണാതെ ആദിശ് അവൾക്ക് നേരെ കണ്ണിറുക്കി. അത് അവളുടെ കവിളുകളിൽ ചോരത്തുടിപ്പുകൾ പടർത്തി. മോളെ, ഇതാണ് ചെക്കൻ. ഇനി കണ്ടില്ല എന്ന് പറയരുത്. അവന് തന്നെ ആദ്യം കൊടുത്തേക്ക്. രവീന്ദ്രൻ ആദ്യത്തെ കൗണ്ടർ അടിച്ചു. അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. ജാൻവി നാണത്തോടെ ആദിയുടെ മുൻപിൽ ചെന്ന് ട്രേ നീട്ടി. അവൻ വശ്യമാർന്ന ചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചായക്കപ്പെടുത്തു. ബാക്കിയുള്ളവരും എടുത്തതോടെ അവൾ തിരിഞ്ഞ് ആദിയെ കാണുന്ന രീതിയിൽ ചുവരോട് ചാരി നിന്നു. അവൻ ചായ കുടിക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിന്നു. അവർക്ക് രണ്ടുപേർക്കും ആരുമില്ലാത്ത ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ തിങ്ങി നിറഞ്ഞു. മോളെ, മുത്തച്ഛനെയും മുത്തശ്ശിയെയും ആദിക്ക് കാണിച്ചു കൊടുക്ക്. സുധി അവരുടെ രക്ഷക്കെത്തി. അകത്തെ മുറിയിൽ വിശ്രമിക്കുന്ന കാർത്തികേയൻ നായരെയും ലീലാവതിയെയും ജാനിയുടെ പിന്നാലെ ആദി പോയി കണ്ടു. കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും മുത്തച്ഛനും മുത്തശ്ശിക്കും ആദിയെ ഇഷ്ടമായി. അപ്പോഴേക്കും ഊണിന് കാലമായി വിളി വന്നിരുന്നു. അപ്പോഴും അവർക്ക് സംസാരിക്കാനൊത്തില്ല. നാടൻ വിഭവങ്ങൾ നിറഞ്ഞ ഊണിന് ശേഷം ആദിഷ് മഹീന്ദ്രനും രവീന്ദ്രനുമായി ബിസിനസ്സിനെക്കുറിച്ചും തോട്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ആദിഷിൻ്റെ കാര്യവിവരവും എളിമയും ആ തറവാട്ടിലെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കി. ആദി, നിനക്ക് ഞങ്ങളുടെ വീടൊന്ന് ചുറ്റി കാണണ്ടേ? മോളെ ജാൻവി, അവനെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക്, സുധി പറഞ്ഞു.
എല്ലാവരുടെയും അനുവാദത്തോടെ അവൾ അവനെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്കും ഏലത്തോട്ടത്തിലേക്കും കൂട്ടി. വീടിൻ്റെ മുകൾ നിലയിലുള്ള അവളുടെ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ ആദിശിൻ്റെ കണ്ണുകൾ വിടർന്നു. ഇതാണോ എൻ്റെ ജാനിപ്പെണ്ണിൻ്റെ സാമ്രാജ്യം? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ നാണത്തോടെ തലയാട്ടി. ജനാലയിലൂടെ കാപ്പിത്തോട്ടത്തിൻ്റെ പച്ചപ്പും അകലെയുള്ള മലനിരകളും കാണാം. മുറിയിൽ പുസ്തകങ്ങളുടെയും ചന്ദനത്തിരിയുടെയും സുഗന്ധം പടർന്നിരുന്നു. വാതിൽ ചാരിയ ശേഷം ജാൻവി ജനലിനരികിലേക്ക് നീങ്ങി നിന്നു. ആദ്യേട്ടൻ പോവുകയാണോ? ഇനി എന്നാ നമ്മൾക്കൊന്നിക്കാൻ കഴിയില്ലേ എന്നൊരു പേടി. അവൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സ്വരം ഒന്നിടറിപ്പോയി. ആദി പതുക്കെ അവളുടെ പുറകിലൂടെ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ മുടിയിഴകളിൽ നിന്ന് അരിച്ചിറങ്ങിയ തണുപ്പ് അവനിലേക്ക് പടർന്നു കയറി. ഞാൻ കൂടെയുള്ളപ്പോൾ എൻ്റെ ജാനിക്ക് എന്തിനാ പേടി? എൻ്റെ പിന്നിൽ നിന്നും മാളവിക പോയി, അവളുടെ വാശിയും പോയി. ഇനി നമുക്ക് മുന്നിൽ വലിയ തടസ്സങ്ങളില്ലടാ. അവൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. ജാൻവിയുടെ കണ്ണുകൾ സജലമായിരുന്നു. അവളുടെ വിറയ്ക്കുന്ന ആദരങ്ങളെ അവനൊന്നു നോക്കി. പതുക്കെ, വളരെ പതുക്കെ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നീട് അവളുടെ ഓരോ കൺപോളകളിലും മൂക്കിൻ തുമ്പിലും അവൻ പ്രണയത്തിൻ്റെ മുദ്രകൾ ചാർത്തിക്കൊണ്ടിരുന്നു. ആദിയേട്ടാ, അവൾ പതുക്കെ വിളിച്ചു. ആ വിളി ആദിയുടെ പ്രതിരോധത്തെ തകർക്കുന്നതായിരുന്നു. അവൻ അവളുടെ കവിളുകൾ കൈവെള്ളയിലൊതുക്കി. ആ നിമിഷം ലോകം അവർക്ക് ചുറ്റും നിശ്ചലമായി. പുറത്ത് പെയ്യാൻ വെമ്പി നിൽക്കുന്ന മഴയുടെ തണുപ്പും ഉള്ളിൽ പ്രണയത്തിൻ്റെ ചൂടും അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി അവളിലേക്ക് അമർന്നു. ആ ചുംബനത്തിൽ വർഷങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെ ആഴവും വേർപിരിയലിൻ്റെ വേദനയും പ്രണയം തിരിച്ചു കിട്ടിയ സന്തോഷവും എല്ലാം ലയിച്ചു ചേർന്നു. അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. ആ മുറിയിലപ്പോൾ കേട്ടത് അവരുടെ ഹൃദയമിടിപ്പിൻ്റെ താളം മാത്രമായിരുന്നു. ഏറെ നേരത്തെ പ്രണയം പങ്കുവെക്കലിന് ശേഷം അവൻ അവളെ നെഞ്ചോട് ചേർത്ത് അങ്ങനെ കുറേ നേരം നിന്നു. നിന്നെ വിട്ടുപോകാൻ എനിക്ക് തോന്നുന്നില്ല ജാനിപ്പെണ്ണെ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്കും. അവൾ കുറുമ്പോടെ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. വീണ്ടും ആ മുഖം ഉയർത്തിക്കൊണ്ട് അവൻ അതരത്തോട് ചേർത്തു. അടുത്ത പ്രാവശ്യം കാണുന്നവരെ എനിക്ക് ഓർക്കാനുള്ളതാ. മുഖമുയർത്തിയപ്പോൾ കൂർപ്പിച്ചു നോക്കിയ അവളുടെ കാതിൽ അവൻ കളി പറഞ്ഞു. വൈകിട്ട് അവൻ യാത്ര തിരിക്കാൻ നേരം എല്ലാവരും ഉമ്മറത്തുണ്ടായിരുന്നു. മഹീന്ദ്രൻ നായർ ആദിശിൻ്റെ കൈപിടിച്ചു. മോനെ, അച്ഛനെ നന്നായി നോക്കണം. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഉടനെ തന്നെ നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് വരേണ്ടി വരും, നിന്റെ പെണ്ണിനെ നിൻ്റേതാക്കാൻ. ആ വാക്കുകൾ ഒരു വിവാഹാലോചനയുടെ ഉറപ്പായിരുന്നു. ജാൻവി പടിക്കൽ നിന്ന് അവനെ യാത്രയാക്കി. കാർ നീങ്ങുമ്പോൾ കണ്ണാടിയിലൂടെ അവൾ അവനെ നോക്കി കൈവീശി. ആദ്യം അടങ്ങിയെങ്കിലും ആ തറവാടിൻ്റെ ഉമ്മറത്തിപ്പോഴും അവൻ്റെ പെർഫ്യൂമിൻ്റെ മണം തങ്ങി നിൽക്കുന്നതായി ജാൻവിക്ക് തോന്നി. ജനാലയ്ക്കൽ ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളുടെ വിരലുകൾ അറിയാതെ സ്വന്തം അതരങ്ങളെ സ്പർശിച്ചു. അവളുടെ പ്രിയപ്പെട്ടവൻ്റെ ചുംബനത്തിൻ്റെ ചൂട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. മുതിർന്നവരുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ 1000 പൂത്തിരികൾ കത്തിച്ചിരുന്നു. പണ്ട് മാളവികയുടെ ഭീഷണിയിൽ തകർന്നുപോയ തൻ്റെ പ്രണയം ഇന്നൊരു തണൽമരം പോലെ വളർന്നിരിക്കുന്നു. എങ്കിലും ബാംഗ്ലൂരിലെ തിരക്കുകളിലേക്ക് അവൻ മടങ്ങുമ്പോൾ അവളുടെ ഉള്ളിൽ ചെറിയൊരു ആശങ്ക ബാക്കിയാണ്. തൃശ്ശൂരിലെ തറവാട്ടിലെ ആഡംബരങ്ങൾക്കിടയിൽ തൻ്റെ ഈ ചെറിയ ലോകം പൊരുത്തപ്പെടുമോ? വാസുദേവൻ അങ്കിൾ പൂർണ്ണമായും തന്നെ സ്വീകരിക്കുമോ? സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും ഇടയിലുള്ള ആ നൂൽപ്പാലത്തിലൂടെ നടക്കാൻ അവൾ മനസ്സിനെ പാകപ്പെടുത്തി. ആദിയോടുള്ള പ്രണയം അവൾക്ക് കരുത്തായി. ഇനിയുള്ള ഓരോ നിമിഷവും അവരുടെ വിവാഹ നിശ്ചയത്തിനായുള്ള കാത്തിരിപ്പാണ്. വിധി കാത്തുവെച്ച പുതിയ വൈത്തിരിവുകളിലേക്ക് അവർ പതുക്കെ ചുവടുവെക്കുകയായിരുന്നു. അന്ന് രാത്രി തറവാട്ടിലെ റൂമിൽ ആദിഷ് ഉറങ്ങാതെ കിടന്നു. ജനലിലൂടെ വരുന്ന കാറ്റ് അവൻ്റെ മനസ്സിലെ പ്രണയത്തെ കൂടുതൽ ഉണർത്തിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് പുലർച്ചെ യാത്ര തിരിക്കാൻ നേരം കൃഷ്ണപ്രഭ സന്തോഷത്തോടെ അവനെ യാത്രയാക്കി. വാസുദേവനും കുറേ കാലങ്ങൾക്ക് ശേഷം അവനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് യാത്ര പറഞ്ഞത്. ബാംഗ്ലൂരിലേക്കുള്ള ആ നീണ്ട യാത്രയിൽ ആദിശിൻ്റെ ചുണ്ടുകളിൽ ജാൻവിയുടെ ചുംബനത്തിൻ്റെ മധുരവും മനസ്സിൽ വയനാടൻ തണുപ്പിൻ്റെ കുളിർമയും ഉണ്ടായിരുന്നു. ഇനിയുള്ള ഓരോ ദിവസവും അവർ ഒന്നിക്കാനുള്ള കാത്തിരിപ്പിലാണ്. ബാംഗ്ലൂരിൽ തിരിച്ചെത്തിയ ഉടനെ ആദിഷ് ആദ്യം ശ്രദ്ധിച്ചത് മാളവികയുടെ കാര്യത്തിലായിരുന്നു. അച്ഛൻ നഷ്ടപ്പെട്ട മാളവികയും അമ്മയും ഒറ്റപ്പെട്ടു പോവരുതെന്ന് അച്ഛന് കൊടുത്ത വാക്കിന് അവൻ പരിഹാരം കണ്ടെത്തി. ആദിഷ് തൻ്റെ സുഹൃത്തുക്കളിലൂടെ ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയുടെ തൃശ്ശൂർ ശാഖയിൽ മാളവികയ്ക്ക് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറായി ജോലി ശരിയാക്കി നൽകി. ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മാളവിക ആദിശിനെ ഫോണിൽ വിളിച്ചു. അവളുടെ കണ്ണുകളിൽ പഴയ അഹങ്കാരത്തിന് പകരം കുറ്റബോധവും വിനയവുമായിരുന്നു മുന്നിട്ടു നിന്നത്. ആദി, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞാൻ ചെയ്തതൊക്കെ. അവൾ വാക്കുകൾ മുഴുവനാക്കാൻ കഴിയാതെ വിതുമ്പിപ്പോയി. പഴയതൊന്നും ഇനി ഓർക്കണ്ട മാളു. നീ നന്നായി ജോലി ചെയ്യുക. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. നിന്റെ വിവാഹം ഞാനായിരിക്കും മുൻകൈയെടുത്തു നടത്തുന്നത്. ആദിഷ് അവളെ സമാധാനിപ്പിച്ചു. നന്ദി പറഞ്ഞ ആ സ്ഥാനത്തിന് വില കളയുന്നില്ല. എനിക്ക് ജാൻവിയെ ഒന്ന് കാണണം. അവളുടെ ലൊക്കേഷൻ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരണം. അത് നല്ലതാ. അമ്മയെയും കുട്ടി വയനാടൊന്ന് ചുറ്റിയടിച്ചു വാ. നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്താൽ മതിയാവും. ആദ്യ അവളെ പ്രോത്സാഹിപ്പിച്ചു. ആദിശിൻ്റെ വാക്കുകൾ മാളവികയ്ക്ക് നൽകിയ ആശ്വാസം ചെറുതൊന്നുമല്ലായിരുന്നു. തൻ്റെ ഭൂതകാലത്തിലെ അബദ്ധങ്ങൾ ഓർത്ത് നീറിയിരുന്ന അവൾക്ക്
മുന്നിൽ ഒരു പുതിയ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വളരെ വേഗത്തിലായിരുന്നു. വിവരമറിഞ്ഞപ്പോൾ വാസുദേവൻ കാറും ഡ്രൈവറെയും ഏർപ്പാടാക്കി കൊടുത്തു. പിറ്റേന്ന് പുലർച്ചെ തന്നെ മാളവികയും അമ്മയും വയനാട്ടിലേക്ക് തിരിച്ചു. ആദിശ് അയച്ചു കൊടുത്ത ലൊക്കേഷൻ മാപ്പിൽ തെളിയുമ്പോൾ മാളവികയുടെ മനസ്സിൽ ജാൻവിയെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് പേടിയും ഒപ്പം കാണാനുള്ള ആകാംക്ഷയും നിറഞ്ഞു നിന്നു. ചുരം കയറി തുടങ്ങുമ്പോഴേക്കും തണുത്ത കാറ്റവരെ പൊതിഞ്ഞു. ജനാലക്കൽ തലചായ്ച്ചിരുന്ന അമ്മയുടെ മുഖത്ത് പണ്ട് കണ്ടിരുന്ന ആ പ്രസന്നത പതിയെ മടങ്ങി വരുന്നത് മാളവിക ശ്രദ്ധിച്ചു. എന്താ മോളെ ആലോചിക്കുന്നത്? അമ്മ പതുക്കെ ചോദിച്ചു. ഒന്നുമില്ല അമ്മേ, നമ്മൾ ജാൻവിയുടെ നാട്ടിലെത്താറായി. അവൾക്ക് നമ്മളെ കാണുമ്പോൾ ഇഷ്ടപ്പെടുമോ എന്നൊരു പേടി. മാളവിക ഉള്ളിലെ ആശങ്ക പങ്കുവച്ചു. മോളെ, ജാൻവി ആദിശിനെ പോലെ തന്നെയാണ്. നന്മയുള്ളവർക്ക് ആരോടും പക തോന്നില്ല. നീ നിന്റെ തെറ്റുകൾ മനസ്സിലാക്കിയല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആ തറവാട് വീടിന് മുമ്പിൽ അവർ വണ്ടി നിർത്തി. ഗേറ്റ് കടന്നകത്തേക്ക് ചെല്ലുമ്പോൾ മുറ്റത്ത് ചെടികൾ നനയ്ക്കുന്ന ജാൻവിയെ അവർ കണ്ടു. നീല ചുരിദാറിൽ അങ്ങിങ്ങായി വെള്ളം നനഞ്ഞിട്ടുണ്ട്. കാർ നിർത്തിയ ശബ്ദം കേട്ടപ്പോൾ തന്നെ ജാൻവി തിരിച്ചു നോക്കിയിരുന്നു. മുന്നിൽ നിൽക്കുന്ന മാളവികയെയും അമ്മയെയും കണ്ടവൾ ഒരു നിമിഷം മമ്പരന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജാൻവി, ഇടറിയ ശബ്ദത്തോടെ അവൾ ജാൻവിക്കടുത്തേക്ക് വന്നു. മാളു ചേച്ചി, നിങ്ങളിത് ഇങ്ങോട്ടായിട്ട് വന്നതാണോ? ആദ്യേട്ടനൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. അവൾ ജാൻവിയുടെ കൈകൾ പിടിച്ചു. ജാനി, നിന്നെപ്പോലെ ഒരു പെണ്ണിനെ വേദനിപ്പിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നോട് ക്ഷമിക്കണം. ജാൻവി അവളെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ പകയും അലിഞ്ഞില്ലാതായി. ആ പിടുത്തത്തിൽ മാളവികയുടെ ഉള്ളിലുണ്ടായിരുന്ന കുറ്റബോധത്തിൻ്റെ മഞ്ഞുരുകിത്തീർന്നു. വാശിയോ പകയോ ഇല്ലാത്ത ഒരു ആലിംഗനം. മാളവികയുടെ കണ്ണുനീർ ജാൻവിയുടെ ചുമൽ നനച്ചുകൊണ്ടിരുന്നു. ചേച്ചി, എന്തിനാ കരയുന്നത്? എല്ലാം കഴിഞ്ഞില്ലേ? പഴയ കാര്യങ്ങളൊന്നും ഓർക്കേണ്ട. വാ, അകത്തേക്ക് വാ. ജാൻവി അവരെ സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീടിൻ്റെ വരാന്തയിലിരുന്ന് അവർ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അച്ഛൻ്റെ വേർപാടിനെക്കുറിച്ചും ബാംഗ്ലൂരിലെ ആദിശിൻ്റെ സഹായത്തെക്കുറിച്ചും മാളവിക വാചാലമായി. ജാൻവി എല്ലാം കേട്ട് പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. ഇനിയെല്ലാം നന്നായി വരും മാളു ചേച്ചി. തൃശ്ശൂരിൽ തന്നെ ആയതുകൊണ്ട് പോയിവരവ് പ്രശ്നമില്ലല്ലോ. ഇനി പുതിയ ജോലി, പുതിയ ജീവിതം, നമുക്കെല്ലാം അങ്ങ് മറക്കാം. ജാൻവി ആശ്വസിപ്പിച്ചു. ആ തണുത്ത വൈകുന്നേരത്ത് വയനാട്ടിലെ മനോഹരമായ പ്രകൃതിയിൽ അവർ ഒരുമിച്ചിരുന്നു. മാളവികയുടെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ അഹങ്കാരമല്ല, മറിച്ച് ഒരു സഹോദരിയെ കണ്ടെത്തിയതിൻ്റെ സന്തോഷമായിരുന്നു. 2 വർഷത്തിനു ശേഷം തൃശ്ശൂരിലെ പ്രശസ്തമായ വലിയ വില്ലേജ് പാലസ് ഓഡിറ്റോറിയം ആദിയുടെയും ജാൻവിയുടെയും ആ റിസപ്ഷന് വേണ്ടി ഒരുങ്ങി. വാസുദേവൻ നായർ തൻ്റെ ഇളയ മകൻ്റെ വിവാഹം അതിഗംഭീരമാക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു. പൂക്കളാൽ അലങ്കരിച്ച കവാടവും വലിയ ഫോട്ടോ പതിച്ച ഫ്ലെക്സും വിവാഹത്തിൻ്റെ പൊലിമ കാണിക്കുന്നുണ്ട്. താലികെട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ്. ആദ്യം ജാൻവിയുടെ ചുറ്റുപാട് ഇഷ്ടമില്ലാത്തതുകൊണ്ടും കൂട്ടുകാരനോടുള്ള ഇഷ്ടം കൊണ്ടും അവന് നൽകിയ വാക്ക് കാരണം കൊണ്ടും അവരുടെ പ്രണയം പോലും എതിർത്ത വാസുദേവൻ തന്നെ തൻ്റെ പരിക്കുകൾ സുഖമായ ശേഷം ജാൻവിയുടെ തറവാട്ടിൽ പോവുകയും അവരുടെ കല്യാണക്കാര്യം സംസാരിച്ചുറപ്പിക്കുകയും ചെയ്തു. വിവാഹത്തിന് തലേ ദിവസം തന്നെ വയനാട്ടിൽ നിന്ന് കുടുംബം ഒന്നായിട്ട് തൃശ്ശൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മധുരം വെപ്പ് ചടങ്ങുകൾ വില്ലേജ് പാലസിൽ വെച്ച് നടന്നു. ജാൻവി പച്ച നിറത്തിലുള്ള ധാവണി അണിഞ്ഞ് കൈകളിൽ മൈലാഞ്ചി മഞ്ചുമായി ഇരുന്നു. മാളവികയായിരുന്നു അവൾക്ക് മധുരം നൽകുന്നതിനും മൈലാഞ്ചി ഇടുന്നതിനും നേതൃത്വം നൽകിയത്. 2 തറവാട്ടിലെയും ബന്ധുക്കൾ ഒത്തുചേർന്നപ്പോൾ അതൊരു വലിയ ഉത്സവമായി മാറി. ആ സുദിനം പുലർന്നു. അതിരാവിലെ തന്നെ എല്ലാവരും ഒരുങ്ങുന്ന തിരക്കിലാണ്. സ്വർണ്ണ നിറത്തിലുള്ള കരയുള്ള പട്ടുമുണ്ടും ഷർട്ടും ധരിച്ചപ്പോൾ ആദിശ് ഒരു രാജകുമാരനെ പോലെ തോന്നിപ്പിച്ചു. അവൻ്റെ മുഖത്ത് പ്രണയിനിയെ സ്വന്തമാക്കാൻ പോകുന്നതിൻ്റെ തിളക്കമുണ്ടായിരുന്നു. അപ്പുറത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലോഡ്ജിൽ ജാൻവി ഒരുങ്ങുകയായിരുന്നു. കടും ചുവപ്പ് നിറത്തിലുള്ള കാഞ്ചീപുരം പട്ടുസാരിയും അവളുടെ മുത്തശ്ശി കൈമാറിയ പാരമ്പര്യ സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞപ്പോൾ അവൾ ഒരു ദേവിയെപ്പോലെ സുന്ദരിയായി. മുല്ലപ്പൂക്കൾ ചൂടിയ അവളുടെ മുടിയിഴകളിൽ നിന്ന് സുഗന്ധം പരന്നു. എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേർന്നു. അവിടുത്തെ കല്യാണ മണ്ഡപത്തിലേക്ക് ആദിശ് ആനയിക്കപ്പെട്ടു. വാസുദേവൻ നായരും സുധീഷും തോളിൽ കൈയിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്നവർ അത്ഭുതപ്പെട്ടു. ശത്രുതയുടെ മതിലുകൾ സ്നേഹം കൊണ്ട് തകർന്നിരിക്കുന്നു. ജാൻവി മണ്ഡപത്തിലേക്ക് എത്തിയപ്പോൾ ആദിശിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവൾ അവൻ്റെ അരികിൽ വന്നിരുന്നു. മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ ശുഭമുഹൂർത്തത്തിൽ ആദിശ് ജാൻവിയുടെ കഴുത്തിൽ താലികെട്ടി. വാദ്യഘോഷങ്ങൾ ഉച്ചസ്ഥായിയിലായി. എല്ലാവരും ആ ദമ്പതികളെ പുഷ്പാവൃഷ്ടിയാൽ അനുഗ്രഹിച്ചു. ആദിശ് അവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ ജാൻവിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇനി നീ എന്നും എൻ്റേതാണ്. ആദിശ് അവളുടെ കാതിൽ മന്ത്രിച്ചു. ജാൻവി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ഗുരുവായൂരിലെ പവിത്രമായ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും തൃശ്ശൂരിലെ വില്ലേജ് പാലസ് ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചെത്തി. 11 മണിയോടെ തന്നെ അതിഗംഭീരമായ വെഡ്ഡിംഗ് റിസപ്ഷൻ ആരംഭിച്ചു. ഓഡിറ്റോറിയത്തിൻ്റെ അകത്തളം വിദേശ പുഷ്പങ്ങളാലും LED ലൈറ്റുകളാലും ഭംഗിയിലൊരുക്കിയിട്ടുണ്ട്. വലിയ സ്റ്റേജിൽ ആദിശും ജാൻവിയും വന്നിരുന്നപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമായിരുന്നു. ആദിശ് തൻ്റെ വിവാഹ വസ്ത്രം മാറി കടും നീല നിറത്തിലുള്ള ഒരു ജോധ്പുരി ഷൂട്ടിൽ കൂടുതൽ സ്മാർട്ടായി എത്തി.
ജാൻവി സ്വർണ്ണനൂലുകൾ തുന്നിച്ചേർത്ത ക്രീം നിറത്തിലുള്ള ഒരു ലഹങ്കയായിരുന്നു ധരിച്ചിരുന്നത്. അവളുടെ കഴുത്തിലെ വജ്രമാല ആ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. സ്റ്റേജിനൊരു വശത്ത് പ്രശസ്തമായ മ്യൂസിക് ബാൻഡ് പഴയതും പുതിയതുമായ പ്രണയഗാനങ്ങൾ ആലപിക്കുന്നുണ്ടായിരുന്നു. ബിസിനസ് രംഗത്തെ പ്രമുഖരും ആദിശിൻ്റെ ബാംഗ്ലൂരിലെ സുഹൃത്തുക്കളും നാട്ടുകാരും വരിവരിയായി വന്ന് ദമ്പതികളെ ആശംസിച്ചു. സ്റ്റേജിന് താഴെ സജീവമായി കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ആദിയുടെ ജ്യേഷ്ഠന്മാരായ ഗണേശും ഹരീഷുമായിരുന്നു. അതിഥികളെ സ്വീകരിക്കുന്നതിലും സദ്യയുടെ മേൽനോട്ടത്തിലും അവർ രണ്ടുപേരും മത്സരിച്ചു പണിയെടുത്തു. ഫോട്ടോ എടുക്കുന്ന സമയമായപ്പോൾ ആദി എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചു. അമ്മ കൃഷ്ണപ്രഭയ്ക്ക് കണ്ണു നിറയുന്നുണ്ട്. മകൻ്റെ പ്രണയ സാക്ഷാത്കാരം അവരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. മൂത്ത സഹോദരി കൃഷ്ണപ്രിയയും ഭർത്താവ് വിഷ്ണുവും ദമ്പതികളെ അനുഗ്രഹിച്ചു. ജാൻവി, ഇവൻ കാണിക്കുന്ന കുസൃതിക്കൊക്കെ ഇനി നീ വേണം മറുപടി കൊടുക്കാൻ എന്ന് വിഷ്ണു അളിയൻ തമാശ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. ഇളയ സഹോദരി കൃഷ്ണവേണിയും ഭർത്താവ് കിരണും സ്റ്റേജിലെത്തിയതോടെ ബഹളം കൂടി. കിരൺ അളിയൻ ആദിയുടെ തോളിൽ കൈയിട്ട്, ഡാ ആദി, നീ ഒടുവിൽ നേടിയെടുത്തു അല്ലടാ, നിങ്ങളും ഇനി ഞങ്ങളുടെ ക്ലബ്ബിൽ അംഗമായല്ലേ എന്ന് ചോദിച്ച് അവനെ കളിയാക്കി. ആദി കിരണിനെ കെട്ടിപ്പിടിച്ചു. അന്ന് അളിയൻ ചെയ്തു തന്ന സപ്പോർട്ടെ ഞാൻ ഒരിക്കലും മറക്കില്ല. കിരൺ തിരിച്ചവനെ ചേർത്ത് പിടിച്ച് തോളിൽ തട്ടി. കൃഷ്ണവേണി ജാൻവിക്ക് ഒരു സ്വർണ്ണമാല സമ്മാനമായി നൽകി അവളെ കെട്ടിപ്പിടിച്ചു. ഗണേശും സുധയും ഹരീഷും രശ്മിയും തങ്ങളുടെ കുട്ടികളുമായി സ്റ്റേജിലെത്തിയപ്പോൾ ആകെ മൊത്തം ബഹളമായി. കുട്ടികൾ ജാൻവിയുടെ ചുറ്റും കൂടി മേമ എന്ന് വിളിച്ച് ബഹളം വെച്ചു. സുധയും രശ്മിയും ചേർന്ന് ജാൻവിയെ ആശ്വസിപ്പിക്കുകയും കുടുംബത്തിലെ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അവർക്കാദ്യം അവളെ ബോധിച്ചില്ലായിരുന്നല്ലോ. അവൾ വലിയ തറവാട്ടിലെ കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ അവർ പ്ലേറ്റ് മാറ്റി. മാളവിക ഈ കാഴ്ചകളെല്ലാം നോക്കി അല്പം മാറി നിൽക്കുകയായിരുന്നു. അവൾക്കിപ്പോൾ ചെറിയൊരു സങ്കോചമുണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടറിഞ്ഞ ഗണേഷ് അവളെ അടുത്തേക്ക് വിളിച്ചു. മാളു, നീ എന്തിനാ ഇവിടെ മാറി നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ, നീ ഞങ്ങളുടെ അനിയത്തിയല്ലേ. ഗണേശിൻ്റെ ആ വിളി മാളവികയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ആദിശ് അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. മാളവിക പതിയെ ജാൻവിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. എല്ലാവരും ഒരുമിച്ച് സ്റ്റേജിൽ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ വാസുദേവൻ നായരുടെ ഉള്ളം നിറഞ്ഞു. തൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഇതുപോലെ സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആദിശിനോടുള്ള ബഹുമാനം കൂടി. ജാൻവി ഈ കുടുംബത്തിലേക്ക് വന്നത് വെറുമൊരു മരുമകളായിട്ടല്ല, മറിച്ച് ചിതറിപ്പോകുമായിരുന്ന ഒരു കുടുംബത്തെ ഒന്നിപ്പിക്കാനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കേരള തനിമയുള്ള വിഭവസമൃദ്ധമായ സദ്യ അതിഥികൾക്കായി ഒരുക്കിയിരുന്നു. വാസുദേവൻ നായർ ഓരോ അതിഥിയെയും നേരിട്ട് ചെന്ന് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ പഴയ ഗൗരവം മാറിയപ്പോൾ ഒരു വാത്സല്യമുള്ള അച്ഛൻ്റെ ഭാവമായിരുന്നു. ചടങ്ങിനിടയിൽ ആദിശിൻ്റെ സുഹൃത്തുക്കൾ അവരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ചെറിയൊരു നൃത്തം ചെയ്യണമെന്ന സുഹൃത്തുക്കളുടെ ആവശ്യം ആദിശിന് നിരസിക്കാനായില്ല. ജാൻവിയുടെ കൈപിടിച്ച് ആദിശ് പതിയെ ചുവടുകൾ വെച്ചപ്പോൾ ഓഡിറ്റോറിയം മുഴുവൻ കരഘോഷം കൊണ്ട് നിറഞ്ഞു. വാസുദേവൻ നായർ ദൂരെ നിന്ന് അത് നോക്കി നിൽക്കുകയായിരുന്നു. തൻ്റെ മകൻ്റെ സന്തോഷം കാണുമ്പോൾ തൻ്റെ പഴയ വാശികളെല്ലാം എത്രയോ ചെറുതായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സുധീഷ് അയാളുടെ അരികിൽ വന്നു നിന്നു. എന്താ വാസുവേട്ട ആലോചിക്കുന്നത്? ഒന്നുമില്ല സുധീഷ്, വൈകിയാണെങ്കിലും എനിക്ക് വിവേകമുണ്ടായല്ലോ. നോക്ക്, അവർ എത്ര സന്തോഷത്തിലാണ്. ഇന്ന് ഞാൻ ശരിക്കും ഭാഗ്യവാനാണ്. വാസുദേവൻ നായർ സുധീഷിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വൈകുന്നേരം ജാൻവി തൻ്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞു. അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു. കരയേണ്ട മോളെ, നീ പോകുന്നത് നിൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്. നിന്നെ ജീവനായി സ്നേഹിക്കുന്ന ഒരുവൻ്റെ അടുത്തേക്കാണ്. പിന്നെന്താ ടെൻഷൻ? സുധീഷ് മകളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ കാറുകൾ നിരനിരയായി യാത്ര പുറപ്പെട്ടു. തൃശ്ശൂരിലെ ആദിശിൻ്റെ വീട്ടിലേക്ക് ജാൻവി വലതുകാൽ വെച്ച് കയറി. കൃഷ്ണപ്രഭ ജാൻവിയെ നിലവിളക്ക് നൽകി സ്വീകരിച്ചു. അന്ന് രാത്രി ചന്ദ്രപ്രകാശത്തിൽ ബാൽക്കണിയിലിരിക്കുമ്പോൾ ആദിശ് ജാൻവിയെ ചേർത്ത് പിടിച്ചു. ജാനി, നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഒടുവിൽ ദൈവം നമുക്ക് വലിയൊരു സമ്മാനം തന്നു. നമ്മുടെ ഈ സ്നേഹം എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ. എനിക്കറിയാമായിരുന്നു ഏട്ടാ, നമ്മുടെ പ്രണയം വെറും വാക്കുകളല്ലായിരുന്നു, അത് സത്യമാണെന്ന്. അത് നമ്മുടെ ശ്വാസമായിരുന്നു, ജാൻവി പറഞ്ഞു. അങ്ങനെ ആദിയുടെ ജീവാംശമായി ജാൻവി മാറുമ്പോൾ വീണ്ടും വസന്തം വിരിയുകയാണ്. എല്ലാവരും തങ്ങളുടെ തെറ്റുകൾ തിരുത്തി സ്നേഹത്തിൻ്റെ പാതയിൽ ഒത്തുചേർന്ന് വയനാടൻ കാറ്റും തൃശ്ശൂരിലെ പൂരപ്പൊലിമയും ഒത്തുചേർന്ന ആ പ്രണയകഥ അവിടെ ശുഭമായി അവസാനിച്ചു. കാത്തിരുന്ന വസന്തം അവരുടെ ജീവിതത്തിൽ പൂത്തുലഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ സമാപിക്കുന്നു. അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. താങ്ക് യു.